ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാക്സ് ക്രിയേഷൻസ്. അങ്ങനെ ഒരുപാട് നാളത്തെ ശേഷം നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഇല്ലായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സമയമില്ലായിരുന്നു, എല്ലാത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് എങ്ങടാ ഏതിനൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. സാധാരണ എല്ലാവരും ഒരു 2 വീക്സ് 3 വീക്സ് 4 വീക്സ് മാക്സിമം ഒരു 1 മന്ത് ഒക്കെ പോയിട്ട് വരും തിരിച്ച്. പക്ഷെ ഞാനീ പോകണമെന്ന് വെച്ചാൽ 4 വർഷത്തേക്കാണ് ഗൈസ്, 4 വർഷം. അപ്പോൾ ഏതിനാ പോകുന്നത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് റെഡി ആവണം, അതുപോലെ തന്നെ പാക്കിങ് കാര്യങ്ങളും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, വെനസ്ഡേ ഈവനിങ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ തേഴ്സ്ഡേ രാവിലെയാണ് ഫ്ലൈറ്റ്, മോർണിംഗ് ഒരു 4:45 ഫ്ലൈറ്റ്. അപ്പോൾ 3 മണിക്കൂർ നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. രാവിലെ 12 ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങിയാൽ 3 മണിക്കൂർ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട എയർപോർട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് റെഡി ആവണം, പാക്കിങ് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഞാൻ റെഡി ആയിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാൻ റെഡിയായി, ഒരു ജാക്കറ്റും ഒരു ഷർട്ടും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഗൈസ്.
ഹേ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് മാഞ്ചസ്റ്ററാണ്. എയർപോർട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ തേഴ്സ്ഡേ ആണ് പോകേണ്ടിരുന്നത്. തേഴ്സ്ഡേ 4:45 മോർണിംഗ്. പക്ഷേ എനിക്ക് തേഴ്സ്ഡേ പോകാൻ പറ്റിയില്ല. കാരണം സാറ്റർഡേ ഞാൻ പോയത്, റീഷെഡ്യൂൾ ചെയ്ത് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ച് പോകാനിരുന്നതാണ്. പക്ഷേ അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അറിയണം 22 അതായത് 21 ഞാൻ പോകുന്നത്. 22 ഞാൻ പോകുന്നത്. പക്ഷേ 23 എൻ്റെ വിസ വാലിഡ് ആവുന്നത്. അതായത് വിസ തുടങ്ങുന്നത് 23. അപ്പോൾ അതുകൊണ്ട് 22 ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ബഹ്റൈന്, നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ബഹ്റൈന്, അവിടെ നിന്ന് നേരെ മാഞ്ചസ്റ്റർക്ക് അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിരുന്നത്. അതായത് നമ്മുടെ കൊച്ചിൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു 5 hours ബഹ്റൈൻ, അവിടെ നിന്ന് 1 hour ലേ ഓവറും, അവിടെ നിന്ന് 7 hours മാഞ്ചസ്റ്റർക്ക് ഉണ്ടായത്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് പോയതാണ്. പക്ഷേ വിസ ഇതില്ലാത്തതുകൊണ്ട് തിരിച്ച് വന്നു. അങ്ങനെ റീഷെഡ്യൂൾ ചെയ്തു. സാറ്റർഡേ പോയി. പക്ഷേ എനിക്ക് പറയാനുള്ള ഇതുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4-5 days ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഞാൻ ഇപ്പോൾ BRP കാർഡ് കളക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടിത് നടക്കുന്ന വഴിയാണ്. അതായത് സൈക്കിൾ മാത്രമേ ഈ വഴിയേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴി കൂടെ പോകണമായിരുന്നു. ഒരു 1 mile ഉണ്ടായിരുന്നു ഇവിടുത്തെ ബാങ്ക്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എടുത്ത ഇൻട്രോ വീഡിയോ തേഴ്സ്ഡേ എടുത്തതാണ്. അതിനുശേഷം പിന്നെ സാറ്റർഡേ പോയപ്പോൾ കുറച്ച് ഷോർട്സ് എടുത്തുള്ളൂ. തേഴ്സ്ഡേ എയർപോർട്ടിൽ കയറുന്നതിനുള്ള ഷോർട്സ് എല്ലാം തേഴ്സ്ഡേ എടുത്തതാണ്. അതിനുശേഷമുള്ള എല്ലാം സാറ്റർഡേ എടുത്തതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള മൈക്കും കാര്യങ്ങളുണ്ടായി. എല്ലാം ഹാൻഡ് ലഗേജിലേക്ക് ഇട്ടുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് വരുന്നത്, എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വഴിയെ. പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ UK മാഞ്ചസ്റ്റർ അല്ല, അവിടെ നിന്ന് വേറെ കുറച്ചും കൂടി പോകാനുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പോൾ ഞാൻ MSc സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ 1 year കോഴ്സ്, 1 year പ്ലേസ്മെൻറ്റ് ആൻഡ് 2 years സ്റ്റേ ബാക്ക്. ആൻഡ് ടോട്ടൽ 4 years ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് 4 years ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്ന്. ചുമ്മാ ഒരു ഇതിന് പറഞ്ഞാൽ. അപ്പോൾ ഇനി 4 years ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രോ വ്ളോഗ് പോലെ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നടന്നില്ല. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയായി പോയി. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ ചുമ്മാ ഷോർട്സ് എടുത്തിട്ട് അതിന് മ്യൂസിക്സും കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇപ്പോൾ ഇവിടെ സെറ്റായി. ഇനി തുടങ്ങി നല്ല നല്ല വീഡിയോസ് എല്ലാം എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ എപ്പോഴും നോക്കുക. ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 6:41 ഈവനിങ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സൂര്യൻ പോയിട്ടില്ല. ഒരു 8 മണി 9 മണി ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഇപ്പോൾ സൂര്യൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ നൈറ്റ് ആവുള്ളൂ. നമ്മുടെ നാട്ടിൽ തോറ്റ 6-6:30 ആകുമ്പോഴത്തേക്കും നൈറ്റ് ആവുന്നില്ല ഇവിടെ. പിന്നെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നെക്സ്റ്റ് മന്തൊക്കെ നല്ല തണുപ്പാവുമെന്നാണ് പറയുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തൽക്കാലം അതിൻ്റെ പേരാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമൻസും ചെയ്യുക. അപ്പോൾ പോസിറ്റീവ്സ് ആയാലും നെഗറ്റീവ്സ് ആയാലും ഒരു കുഴപ്പമില്ല, ഞാനെല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത് ഇൻട്രോ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല. തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ഇതിനേക്കാളും കിടക്കാച്ച വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഇനി വരുന്നത്. ലൈക്ക് ഫുഡിങ്, എക്സ്പ്ലോറിങ്, ട്രാവലിംഗ് വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ വിത്ത് മാക്സ ക്രിയേഷൻസ്. അപ്പോൾ ബൈ, ദിസ് ഇസ് മുണ്ടൻ നവാസ്.